ആർട്ടിമിസ് 2 ദൗത്യസംഘം ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ ഭൂമിയുടെ ഭ്രമണപഥം ഭേദിക്കുന്നത്. ഇതുവരെ ആരും സഞ്ചരിക്കാത്ത ചന്ദ്രന്റെ മറുപുറമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. വെള്ളിയാഴ്ച ആർട്ടിമിസ് 2 ഭൂമിയിലേക്ക് തിരിക്കും. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ്, സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഏറെക്കുറെ ശുഭകരമായി തന്നെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ആർട്ടിമിസ് 2 ഈ സ്പേസ് സെൻറ്ററിനകത്ത് വെച്ച് ചെറിയൊരു അവിടെ ടോയ്ലറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ടോയ്ലറ്റിൽ നിന്ന് വിസർജ്യങ്ങൾ അത് സ്പേസിലേക്ക് പുറന്തള്ളുന്ന പൈപ്പ് ലൈനിൽ അത് മഞ്ഞ് കട്ടകൾ വന്ന് പിടിക്കുകയും അതുപോലെ അതിൻ്റെ ഒരു മറ്റ് പ്രവർത്തനം തടസ്സപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇത് ബഹിരാകാശ സഞ്ചാരികൾക്ക് തന്നെ അതിനുള്ളിൽ നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായി എന്നാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ എന്തായാലും അത്തരമൊരു പ്രശ്നം ഉണ്ടായതൊഴിച്ചാൽ മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെ നിലവിൽ ആർട്ടിമിസ് 2 ദൗത്യസംഘത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ ഭൂമിയുടെ ഭ്രമണപഥം ഭേദിച്ച് ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ ആദ്യ പടിയായിട്ട് ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കുകയുണ്ടായത്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഈ ഒരു ആർട്ടിമിസ് 2 പേടകം അത് കൂടുതൽ അകലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരും. ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 10:11 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഇത് പേടകം പ്രവേശിക്കുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം കൂടിയാണ് ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. അതും 1972 ശേഷം മനുഷ്യൻ ആദ്യമായിട്ടാണ് ഭൂമിയുടെ ഭ്രമണപഥം ഭേദിച്ച് ഇത്രയധികം ദൂരത്തേക്ക് പോകുന്നത്. ഇതുവരെ മറ്റെല്ലാ മിഷൻസും സ്ഥിതി ചെയ്തിരുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള ഹ്യൂമൻ മിഷൻസ് ആണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഈ ഭ്രമണപഥത്തിന് പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ദൗത്യം 72 ശേഷം ഇത് ആദ്യമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മൊത്തം ഈ പേടകം സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്ററാണ്. അതും ചന്ദ്രന്റെ മറുവശം ഇതുവരെ ഒരു ദൗത്യസംഘവും ഇതുവരെ മനുഷ്യ ദൗത്യസംഘം എത്തിച്ചേരാത്ത ചന്ദ്രന്റെ മറുവശം തേടിയിട്ടാണ് ഈ ഒരു ദൗത്യസംഘത്തിന്റെ യാത്ര എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11 മണിയോടെയാണ് ഇതിന്റെ തത്സമയ സംപ്രേഷണം മറ്റ് ചന്ദ്ര നിരീക്ഷണം ഉൾപ്പെടെയുള്ള ഈ മിഷന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്റ്റേജിൽ എത്തിച്ചേരുക ഇന്ന് രാത്രി 11 മണിയോടെ ആകും. ഇന്ന് നാളെ പുലർച്ചെ 12:15 ചാന്ദ്ര നിരീക്ഷണം ആരംഭിക്കും. അതും 1972 സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകളെക്കാളൊക്കെ കൂടുതൽ നല്ല അഡ്വാൻസ് ക്യാമറകൾ ഉപയോഗിച്ചാണ് ചന്ദ്രന്റെ പുതിയ ചിത്രങ്ങൾ ഈ ദൗത്യസംഘം എടുക്കുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അതും ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം ഈ മിഷനിൽ ഇനി നേരിടാൻ പോകുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്ന സ്റ്റേജാണ്. അതായത് നാളെ പുലർച്ചെ ഏതാണ്ട് 4:14 ഭൂമിയിൽ നിന്ന് ഈ ആർട്ടിമിസ് 2 പേടകവുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും കട്ടാകും. അത് ചന്ദ്രന്റെ മറുപുറത്തെത്തുന്ന ആ സ്റ്റേജാണ്. പിന്നീട് 40 മിനിറ്റിന് ശേഷമായിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കുക. അതിനുശേഷം വെള്ളിയാഴ്ചയോടെ ആയിരിക്കും തിരിച്ചുള്ള യാത്രയും ആരംഭിക്കുക. എന്തായാലും അത്രയധികം നിർണായകമായിട്ടുള്ള വളരെ നമ്മൾ ഇതുവരെ മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ലാത്ത സ്റ്റേജുകളിലൂടെയൊക്കെ ആയിരിക്കും ഈ ആർട്ടിമിസ് 2 ദൗത്യസംഘം നിലവിൽ സഞ്ചരിക്കാൻ പോകുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.